ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്താണ്, അതിൻ്റെ ഗുണവും ദോഷവും എന്തൊക്കെയാണ്, ഇത് എത്രത്തോളം പ്രായോഗികമാണ്, ഇക്കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടേത് ഒരു വലിയ ജനാധിപത്യ രാജ്യം മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യം, ഇലക്ടറൽ ഡെമോക്രസി എന്നാണ് ഭാരതത്തെ വിളിക്കുന്നത്. ജനസംഖ്യ കൊണ്ടും തിരഞ്ഞെടുപ്പിൻ്റെ തുടർ പ്രക്രിയ കൊണ്ടുമെല്ലാം ലോകത്തെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യം അഥവാ ഇലക്ട്രൽ ഡെമോക്രസി എന്നുള്ള പേരിന് നമുക്ക് വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്ന ആ 2 വർഷം ഒഴികെ തിരഞ്ഞെടുപ്പെല്ലാം കൃത്യസമയത്ത് തന്നെ നടക്കുകയുമുണ്ടായി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം ഉദ്ദേശിക്കപ്പെടുന്നത് ലോകസഭയിലേക്കും അസംബ്ലിയിലേക്കും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് എന്നിവ തദ്ദേശ തിരഞ്ഞെടുപ്പുകളും ഇവയെല്ലാം ഒരുമിച്ച് നടത്തുന്ന പ്രക്രിയയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് ഹ്രസ്വമായി ഉദ്ദേശിക്കപ്പെടുന്നത്. നമുക്ക് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമുണ്ട്. 6 ലക്ഷത്തോളം തദ്ദേശ സ്ഥാപനങ്ങൾ അഥവാ ഗ്രാമ മേഖലയിലുള്ള വില്ലേജ് കൗൺസിലോ അതല്ലെങ്കിൽ ഗ്രാമസഭകളോ ഉണ്ട്. അതിനകത്ത് നമ്മൾ ജില്ലാ കൗൺസിലുകളെയും മുനിസിപ്പാലിറ്റികളെയും എല്ലാം ഉൾപ്പെടുത്തി, കോർപ്പറേഷൻ എല്ലാം ഉൾപ്പെടുത്തി ഏതാണ്ട് 6 ലക്ഷത്തോളം തദ്ദേശ സ്ഥാപനങ്ങളുമുണ്ട്. ഇവയെല്ലാം ഒറ്റ തിരഞ്ഞെടുപ്പിൽ നടത്തുക എന്നുള്ള ഒരാശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ക്യാബിനറ്റ് ഡിസിഷനിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 100 ദിവസത്തിനകം നടത്തിയാൽ മതി എന്നൊരു നിർദ്ദേശമുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ചിലവ് ആവർത്തിക്കപ്പെടുന്നില്ലേ എന്നുള്ള ആക്ഷേപവും വിമർശനവും അവിടെയുണ്ട്. ഞാൻ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കാണുന്നത്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയത്തെ കാണുന്നത് അതിൻ്റെ പ്രായോഗിക വശത്തിലുണ്ടാകുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകളെ ആശ്രയിച്ചാണ്. രാഷ്ട്രീയം നമുക്ക് കൃത്രിമമായി കുത്തിവെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന് സ്വാഭാവികത വേണം. ഓർഗാനിക്കായിട്ടുള്ളൊരു സ്വഭാവം രാഷ്ട്രീയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വളരുന്നതും തളരുന്നതും പിളരുന്നതുമൊക്കെ. ഇതെല്ലാം അസംബ്ലികളിലും പാർലമെൻറ്റിലും എല്ലാം സംഭവിക്കും. ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെയോ ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അത് പാർട്ടികളെയും സ്വാധീനിക്കും. അപ്പോൾ പാർട്ടികളുടെ പിളർപ്പ് നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ കൂറുമാറ്റവും കാലുമാറ്റവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പരിഷ്കാരം എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നല്ലതാണ് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുള്ളത്? 1967 വരെ ആദ്യത്തെ 4 തിരഞ്ഞെടുപ്പുകൾ 52, 57, 62, 67 വ്യക്തമായിട്ട് അസംബ്ലിയും പാർലമെൻറ്റും ഒരുമിച്ച് നടന്നു. ഇതിന് 1-2 ചെറിയ അപവാദങ്ങളുണ്ട്. കാരണം കേരളത്തിൽ 60-ലൊരു ഇടക്കാല തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു, മിഡ് ടേം ഇലക്ഷൻ ഉണ്ടായിരുന്നു. മറ്റ് ചില സംസ്ഥാനങ്ങൾ അപൂർവമായിട്ടുണ്ടായിട്ടുണ്ട്. 65-ലും കേരളത്തിലൊരു ഇടക്കാല തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു, ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത. അതുകൊണ്ട് രാജ്യമൊട്ടൊക്കെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് 67 വരെ നടന്നു എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായിട്ട് ശരിയല്ല. എന്നാലും ബൈ ആൻഡ് ലാർജ് അത് സത്യവുമാണ്. കോൺഗ്രസിൻ്റെ പ്രതാപം അസ്തമിച്ചതിന് ശേഷം 1971 എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഒരു വർഷം നേരത്തെ നടത്തി. പിന്നീട് ഈ കണക്കങ്ങ് മാറി. അസംബ്ലിയും സംസ്ഥാനവും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമെല്ലാം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നടക്കാൻ തുടങ്ങി. പിൽക്കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചതോടുകൂടി 73-74 ഭേദഗതികൾ കൂടി അവയിലേക്കുള്ള തിരഞ്ഞെടുപ്പുമുണ്ടായി. ഇവയെല്ലാം വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ഉദാഹരണമായി കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ നമുക്ക് 3 തിരഞ്ഞെടുപ്പുകൾ വരാറുണ്ട്. പാർലമെൻറ്റ് അഥവാ ലോകസഭ, അസംബ്ലി, പിന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന കാര്യം 2021 അസംബ്ലി, 24 ലോക്സഭ, 25 തദ്ദേശ സ്ഥാപനങ്ങൾ. ഇത് 3ഉം 5 വർഷത്തിനിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികം. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുണ്ടാകാറുണ്ട്. നമ്മളൊരു ഫെഡറൽ രാജ്യമാണ്.
അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് വ്യത്യസ്ത സ്വഭാവമുണ്ടാകും. പാർലമെൻറ്റിലേക്ക് നമ്മൾ ദേശീയ കാഴ്ചപ്പാടോടുകൂടി വിദേശ നയം, ദേശീയ സുരക്ഷ, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എങ്ങനെ തുടങ്ങി പൊതുവായുള്ള ദേശീയ കാര്യങ്ങൾക്ക് അനുസൃതമായി ഭരിക്കാൻ പറ്റുന്ന ഏത് പാർട്ടിയാണോ അവർക്കാണ് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുന്നണിക്കാണോ അത് വോട്ട് ചെയ്യുന്നത്. മറിച്ച് സംസ്ഥാനങ്ങളിലാകട്ടെ പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്, അവസ്ഥയുമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക തിരഞ്ഞെടുപ്പ് വേറെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലെ മാൻഡേറ്റും അതിലെ മാനിഫെസ്റ്റോയും എല്ലാം വ്യത്യസ്തമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യം ഞാൻ എടുത്തു പറയേണ്ടതില്ല. അപ്പോൾ ഇവയെല്ലാം കൂട്ടിക്കെട്ടി ഒരുമിച്ച് ലോക്സഭയും അസംബ്ലിയും ഒരുമിച്ച് നടത്താമെന്നും 100 ദിവസം കഴിഞ്ഞ് പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളും നടത്താമെന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദേശീയ താല്പര്യമാണോ പ്രാദേശിക സംസ്ഥാന താല്പര്യമാണോ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്? 2 വോട്ടാണെങ്കിൽ പോലും ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ലോക്സഭയിലേക്കുള്ള വോട്ട് ചെയ്യും, അടുത്ത അസംബ്ലിയിലേക്ക്. ഇത് ലോക്സഭയിലേക്കുള്ള വോട്ടിൻ്റെ സ്വാധീനം അസംബ്ലിയിൽ നിശ്ചയമായിട്ടും വരും. മറിച്ച് വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത്, ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് എന്നാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഇതിനെ പറയുന്നത്. അങ്ങനെ ടിക്കറ്റ് സ്പ്ലിറ്റ് ചെയ്ത് വ്യത്യസ്തമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു തിരഞ്ഞെടുപ്പിലുണ്ടാവുക വലിയ ബുദ്ധിമുട്ടാണ്, കുറച്ച് കാണും. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി നന്നായി സമർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ലോക്സഭയിലേക്ക് ഏത് ലോക്സഭാ മണ്ഡലം എടുത്തു നോക്കിയാലും കോൺഗ്രസിനും യു ഡി എഫിനുമുള്ള അപ്രമാദിത്വം സംസ്ഥാന തലത്തിലില്ല. പഞ്ചായത്ത് തലത്തിൽ വീണ്ടും മറ്റൊരു രാഷ്ട്രീയമാണ് കാണുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റിൽ തന്നെ എത്രയോ കാലമായി കോൺഗ്രസ് ജയിക്കുന്നു, തൊട്ട് പിറകിൽ ബി ജെ പിയുമുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലെയും ലോക്സഭയിൽ കോൺഗ്രസും ബി ജെ പിയും യഥാക്രമം 1-2 സ്ഥാനം നേടുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ സി പി എമ്മിൻ്റെ അപ്രമാദിത്വവും ജില്ലാ കൗൺസിലും കോർപ്പറേഷനും എല്ലാം സി പി എമ്മിൻ്റെ കയ്യിലാണെങ്കിൽ, എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രതിപക്ഷ സ്ഥാനത്തും വരുന്നു. ഈ വ്യത്യസ്തത എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് വന്നില്ല, ബി ജെ പി എങ്ങനെ 2ാം സ്ഥാനത്ത് വരുന്നു? അപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന കാര്യം, ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അസംബ്ലിക്കും പാർലമെൻറ്റിനുമുണ്ട്. അത് വോട്ട് ചെയ്യാൻ വ്യത്യസ്ത അവസരം വേണം. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സന്ദർഭത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, കണ്ടക്സ്റ്റുവലാണ്. ഈ കണ്ടക്സ്റ്റിനെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ ഇലക്ഷന് കൊണ്ടുവരുന്നത് കൃത്രിമത്വമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശയം ഫെഡറൽ ആശയത്തിന് വിരുദ്ധമാണ്. ഇത്രയും വലിയൊരു രാജ്യം, ഇപ്പോൾ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നടപ്പിലാക്കിയ അപൂർവം ചില രാജ്യങ്ങൾ, ഉദാഹരണമായിട്ട് സ്വീഡൻ ഒരു വലിയ രാജ്യമൊന്നുമല്ല, ബ്രിട്ടൻ ഒരു വലിയ രാജ്യമൊന്നുമില്ല, സൗത്ത് ആഫ്രിക്ക സൈസിൽ വലുതാണെങ്കിലും ജനങ്ങൾ അത്രയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്ററി ക്യാരക്ടറിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഈ തിരഞ്ഞെടുപ്പിൽ കൂടി കാണുന്നില്ലേ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്ത് അസംബ്ലിയിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ്റിന് പരാജയപ്പെടുകയും മറ്റൊരു മുന്നണി വരുന്നില്ല അധികാരത്തിലെങ്കിൽ ഒരു ഇലക്ഷൻ ആവശ്യമായി വരില്ലേ? ആ വരുന്ന ഗവൺമെൻറ്റിന് 2 വർഷമോ 3 വർഷമോ അല്ലേ കഷ്ടിച്ച് കിട്ടുള്ളൂ. അവരും പിളർന്ന് ഇടയ്ക്ക് വെച്ച് പിന്നിഞ്ഞ് പോയാലോ? അപ്പോൾ ഒരു 5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എത്ര തിരഞ്ഞെടുപ്പ് നടത്തും? ഇതിനും പുറമെ 5 വർഷത്തിനപ്പുറം ഒരു മാൻഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് പുതിയ രീതിയിൽ 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ഇലക്ഷൻ വരുന്നു. അത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഇനി എല്ലാ 5 വർഷം തോറും അസംബ്ലി പാർലമെൻറ്റ് ഒരുമിച്ച് നടത്താനല്ലേ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് പ്രായോഗികമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാർട്ടികൾ പിളരും, മുന്നണികൾ മാറും. അതുകൊണ്ട് തന്നെ ഈ 5 വർഷ കാലാവധിക്കകത്ത് 1-2 ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് തിരഞ്ഞെടുപ്പിൽ ചെലവിനെ നമ്മൾ കുറയ്ക്കുന്നത്? തിരഞ്ഞെടുപ്പിൽ അപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ ഇടക്കാല തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ, അസംബ്ലി പോലും കൂടാതെ പിരിഞ്ഞു 65-ൽ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1965-ൽ. അപ്പോൾ ഇങ്ങനെ പോകുന്ന രാഷ്ട്രീയത്തെ നമ്മൾ അടക്കി പിടിച്ച് ഇടക്കാല തിരഞ്ഞെടുപ്പ് നീട്ടിവെച്ചാൽ അവിടെ രാഷ്ട്രപതി ഭരണമോ അല്ലെങ്കിൽ ഗവർണർ ഭരണമോ ഉണ്ടാകും. അതും പാർലമെൻറ്റ് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. കാരണം പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത് എക്സെപ്ഷനാണ്, ജനറലല്ല. അപ്പോൾ എന്ന് നടപ്പിലാക്കേണ്ടതല്ല. പാർലമെൻ്ററി സിസ്റ്റത്തിൽ പ്രസിഡൻറ്റോ ഗവർണറോ ഭരിക്കുന്നത് എക്സെപ്ഷനായിട്ടാണ്. അതല്ലെങ്കിൽ പ്രസിഡൻറ്റും ഗവർണറും നാമമാത്ര അധികാരികൾ മാത്രമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് പ്രായോഗികമായി വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നം, ഈ ചെറിയ പാർട്ടികൾ അസ്തമിച്ചു പോകുന്നുള്ളതാണ്. കാരണം ചെറിയ പാർട്ടികൾക്ക് പ്രസൻസ് ഇല്ലാതാവും. നമ്മുടെ കക്ഷി സമ്പ്രദായം എടുത്തു നോക്കിയാൽ
ഇന്നിപ്പോൾ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് 6 ദേശീയ പാർട്ടികളും 200-ലധികം സംസ്ഥാന പാർട്ടികളും ആയിരക്കണക്കിന് കൊച്ചു കൊച്ചു പാർട്ടികളുമുണ്ട്. പക്ഷേ ദേശീയ പാർട്ടികളെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിയാട്ടെ, കോൺഗ്രസും BJP യും മാത്രമാണ് ദേശീയ പാർട്ടികൾ. BJP 1-ാം സ്ഥാനത്തും കോൺഗ്രസ് 2-ാം സ്ഥാനത്തുമാണ് സീറ്റിൻ്റെ കാര്യത്തിലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലും. പിന്നെയുള്ള 4 ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് CPM ആണ്, മറ്റൊന്ന് നാഗാലാൻഡ് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ്, മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയാണ്, മറ്റൊന്ന് BSP ആണ്. ഈ 4 പാർട്ടികളും വാസ്തവത്തിൽ സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ചെറു പാർട്ടികളാണ്, ബാക്കിയൊന്നും ദേശീയ പാർട്ടികളല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇനിയും 2 ദേശീയ പാർട്ടികൾ എന്നുള്ളത് ആ 2 ദേശീയ പാർട്ടികളിലേക്ക് അധികാരം ചുരുങ്ങുകയും പ്രാദേശിക തലത്തിൽ അസംബ്ലി തലത്തിൽ ചെറു പാർട്ടികൾക്ക് പ്രസൻസ് ഇല്ലാതാവുകയും ചെയ്യും. ഞാൻ പഞ്ചായത്തിനെ ഒഴിവാക്കി പറയുകയാണ്. അസംബ്ലി തലങ്ങളിൽ ചെറു പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെയാകും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ മേജർ എന്നും മീഡിയം എന്നും മൈനർ എന്നും സബ് മൈനർ എന്നും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെ ഡെമോക്രസിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. വളരെ ചെറിയ ഉദാഹരണമായിട്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ചെറിയ ചെറിയ ഫാക്ഷൻസ് ഉണ്ട്. അവയെ സബ് മൈനർ പാർട്ടിയായിട്ടല്ലേ കണക്കാൻ പറ്റുള്ളൂ. ഒരു മൈനർ പാർട്ടിയായിട്ട് വേണമെങ്കിൽ മാണി ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസിനെ കണക്കാക്കാം. അതിന് താഴെയുള്ള എല്ലാം സബ് മൈനർ പാർട്ടികളാണ്. എന്നാൽ മീഡിയം സൈസ് പാർട്ടീസ് നമുക്കുണ്ട്. ഇപ്പോൾ CPI ഒരു മീഡിയം സൈസ് പാർട്ടിയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ. അതേപോലെ BJP യും ഒരു മീഡിയം സൈസ്ഡ് പാർട്ടിയാണ് കേരളത്തിൽ. മുസ്ലിം ലീഗ് ഒരു മീഡിയം സൈസ് പാർട്ടിയാണ്. മേജർ പാർട്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. അപ്പോൾ ഈ 4 തരത്തിലുള്ള പാർട്ടികൾ നിൽക്കുന്നത് കേരളത്തിലൊരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു. നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ സംസ്ഥാന രാഷ്ട്രീയം, അത് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഉണ്ട്. ആ സ്റ്റേറ്റ് പൊളിറ്റിക്സിന് ഘടകവിരുദ്ധമായി വരും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം വന്നു കഴിഞ്ഞാൽ. കാരണം ജനാധിപത്യം നിൽക്കുന്നത് രാഷ്ട്രീയത്തിൽ തന്നെയാണ്. എൻ്റെ ഒരു പേഴ്സണൽ തിയറി അനുസരിച്ച് ദർ ഇസ് നത്തിങ് അപ്പൊളിറ്റിക്കൽ. എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ലാത്ത ഒന്നുമില്ല. പാർട്ടികൾക്ക് രാഷ്ട്രീയമുണ്ട്, സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയമുണ്ട്, വ്യക്തികൾക്കും രാഷ്ട്രീയമുണ്ട്. എല്ലാ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ആവണമെന്നില്ല എന്നുകൂടി ഞാൻ പറയേണ്ടി വരും. അപ്പോൾ ചുരുക്കത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കൃത്രിമമായി മാറ്റി ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടക്കുന്നു, അസംബ്ലിക്കും പാർലമെൻറ്റിനും. വോട്ടറുടെ കൺഫ്യൂഷൻ എന്താണ്? ദേശീയ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമാണോ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം? എങ്ങനെ ഇവർ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ചെയ്യും? ഭൂരിപക്ഷം ആൾക്കാരും പാർലമെൻറ്റ് വോട്ട് ചെയ്യുന്ന പാർട്ടിക്ക് തന്നെ അസംബ്ലിയിൽ വോട്ട് ചെയ്യും. ഇതാണ് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം ഓവർ ഷാഡോ ചെയ്യപ്പെടും. പിന്നെ പ്രാദേശിക തലത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് 100 ദിവസം കഴിഞ്ഞാണ് തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ പിന്നെന്തായിരിക്കും? വീണ്ടും തിരഞ്ഞെടുപ്പല്ലേ? അപ്പോൾ വ്യത്യസ്ത തിരഞ്ഞെടുപ്പല്ലേ? അതിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞാലും 100 ദിവസം കഴിഞ്ഞാലും തിരഞ്ഞെടുപ്പിൻ്റെ ചിലവൊന്നല്ലേ? പിന്നെ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇത് കക്ഷി സമ്പ്രദായത്തെ മാത്രമല്ല ഫെഡറൽ ആശയത്തിനും വിരുദ്ധമായി വരും. ഇതിനപ്പുറം BJP ഇത് കൊണ്ടുവന്നത് ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമാണെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിലായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. കാരണം വ്യക്തമായ BJPക്ക് 303 സീറ്റ് പാർലമെൻറ്റിലുണ്ട്. ഇന്ന് മുന്നണിക്ക് തന്നെ 293 സീറ്റേ ഉള്ളൂ, NDA മുന്നണിക്ക്. അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ വേണം കൊണ്ടുവരുന്നതിന്. അപ്പോൾ അതുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെ ആശയമായിട്ട് ആയിരിക്കില്ല കൊണ്ടുവന്നത്. പക്ഷേ BJP ഉദ്ദേശിക്കുന്നത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്കുള്ള സ്ഥാനം അത് പ്രധാനമായിട്ട് വരും. കോൺഗ്രസ് വളരെ പിറകിലേ നിൽക്കുള്ളൂ. അത് എന്നും അങ്ങനെ നിൽക്കണമെന്നില്ല, മറിച്ചും വരാം. അങ്ങനെ മറിച്ച് വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. ഒരു വാളിൻ്റെ 2 വശത്തും മൂർച്ചയുണ്ട്. അതെങ്ങനെ വെട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ അത് BJPക്ക് തന്നെ ഗുണം വരണമെന്നില്ല, തിരിച്ച് കോൺഗ്രസിനും ഗുണം വരാൻ സാധ്യതയുണ്ട്. മറ്റു പാർട്ടികൾക്ക് വലുതായിട്ട് വരില്ല. കാരണം ഏറ്റവും വലിയ ദേശീയ പാർട്ടികൾ ഇവർ 2 പേരുമാണ്. അപ്പോൾ ഇതിന് ഒരു യൂണിറ്ററി ക്യാരക്ടറുണ്ട്, ആൻറ്റി ഫെഡറൽ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ആശയങ്ങൾ ജനാധിപത്യത്തിന് വിരുദ്ധമായി വന്നേക്കില്ലേ എന്നുള്ള ഭയം നമുക്കുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ലോജിസ്റ്റിക്കലി അത് പ്രായോഗികമാക്കാൻ പറ്റുമോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും? ഇതിനിടയ്ക്ക് വരുന്ന പാർട്ടികൾക്കുണ്ടാകുന്ന സ്പ്ലിറ്റും ഗവൺമെൻറ്റുകളുടെ പരാജയപ്പെടലും അവിശ്വാസ പ്രമേയവും എല്ലാം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അതിനെങ്ങനെ ഓവർകം ചെയ്യും? ആ ഓവർകം ചെയ്ത് വീണ്ടും പ്രസിഡൻസ് റൂളാണോ അതോ മറ്റൊരു തിരഞ്ഞെടുപ്പാണോ? അപ്പോൾ 5 വർഷത്തിനിടയ്ക്ക് 2 തിരഞ്ഞെടുപ്പ് ആകാമല്ലോ. അപ്പോൾ പിന്നെ എവിടെയാണ് ലാഭിച്ചത്? എവിടെയാണ് തിരഞ്ഞെടുപ്പ് കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നത്? ഇല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടി ചിലവാക്കുന്ന പണം ഭാവിയിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് ഇലക്ഷൻ വയ്ക്കാമല്ലോ. അപ്പോൾ കള്ളപ്പണമൊക്കെ നിയന്ത്രിക്കാമല്ലോ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അഴിമതികൾ ഒരുപാടുണ്ട്. അതൊന്ന് ഏറ്റവും വലുത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അത് മുതലാളിത്ത സോഴ്സിൽ നിന്നോ കോർപ്പറേറ്റ് സോഴ്സിൽ നിന്നോ ഫണ്ടിങ് വരുന്നതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. അത് പരിഷ്കാരം വേണം. അതേപോലെ മസിൽ പവർ, അതിൻ്റെ
കായിക ശക്തി അതുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, മസിൽ പവറിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്, മാധ്യമങ്ങളുടെ അതിപ്രസരമുണ്ട്, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ അഴിമതികൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിലുണ്ടെങ്കിൽ, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അതിന് പരിഷ്കാരം കൊണ്ടുവരണം. അതിനൊരു പോംവഴിയല്ല ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ആശയപരമായിട്ടും അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്കലായിട്ടും എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത്.